ഈ ലോകം പകച്ചിടുമ്പോൾ നാഥന്മാർവിൽ ഞാൻ ചാരിടുമേ. കരങ്ങളെ തട്ടി. ഈ ലോകം പകച്ചിടുമ്പോൾ നാഥന്മാർവിൽ ഞാൻ ചാരിടുമേ. ആശ്വസിച്ചിടും പ്രാണനാഥൻ തൃക്കരങ്ങളാൽ നിന്നെ താങ്ങും. ആശ്വസിപ്പിക്കും പ്രാണനാഥൻ തൃക്കരങ്ങളാൽ നിന്നെ താങ്ങും. ദൈവമേ നീ വേഗത്തേരിലെന്നു വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. എന്റെ കർത്താവ് മേഘത്തേരിൽ വരുന്നത് വരെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ലൗകികനല്ലാത്തതിനാൽ ലോകം എന്നെ പകയ്ക്കും. ആമേൻ. ഓരോ വിശ്വാസികളും അറിഞ്ഞിരിക്കണം. യേശു പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ സൃഷ്ടിക്കപ്പെട്ടവരായ നാം ലൗകികനല്ലാത്തതുപോലെ നാം ലൗകികരല്ലാത്തതിനാൽ ലോകം നമ്മെ പകയ്ക്കും. പക്ഷെ ഒരു കാര്യം നമുക്കുണ്ട്, ലോകം പകയ്ക്കുമ്പോൾ നമുക്ക് ചാരുവാനൊരു മാർഗമുണ്ട്. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന, അപകടവേളകളിൽ കാക്കുന്ന, ഏത് സ്ഥാനത്തും കൂടെ വരുന്ന, ഒറ്റയ്ക്ക് വിടാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു മാർവ് നമുക്കുണ്ട്. അത് നമ്മുടെ നാഥന്റെ മാർവാണ്. കൈകളെ തട്ടി സ്തോത്രം ചെയ്യാം. അപ്പന് കൂടെ വരാൻ പറ്റാത്ത സ്ഥലത്ത്, അമ്മയ്ക്ക് കൂടെ വരാൻ പറ്റാത്ത സ്ഥലത്ത്, ഭർത്താവിന് കൂടെ വരാൻ പറ്റാത്ത സ്ഥലത്ത്, മക്കൾക്ക് കൂടെ വരാൻ പറ്റാത്ത സ്ഥലത്ത്, എവിടെയും എപ്പോഴും കൂടെ യാത്ര ചെയ്ത് ആമീൻ വരുന്ന ഒരു കർത്താവുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ആമീൻ കൂടെയുള്ളതിനാൽ അവന്റെ മാർവിൽ നമുക്ക് ചാരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്.